ഈ അടുത്തൊരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവർ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്, കപ്പിൾസായിട്ട്. അപ്പോൾ വൈഫാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹസ്ബൻഡിനെ പുറത്തിരുത്തി ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. വലിയ പ്രായം എന്ന് പറയാനില്ല, വൈഫിനൊരു ഏകദേശം ഒരു 38-40 ഇടയിലുള്ളൊരു ഏജായിരുന്നു. ഹസ്ബൻഡിനൊരു 45-50 ഇടയിലുള്ളൊരു ഏജുമായിരുന്നു. അപ്പോൾ ഇവർ സംസാരിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭാര്യ ഭയങ്കര സങ്കടത്തോടു കൂടെയാണ് പറയുന്നത്, ഡോക്ടറെ എന്നെ ഭയങ്കര ജീവനായിരുന്നു എൻ്റെ ഹസ്ബൻഡിന്. എനിക്കറിയാം ഇപ്പോഴും ആണ് എന്നുള്ളത്, പക്ഷെ എന്താണ് മാറിയത് എന്നുള്ളത് എനിക്കറിയില്ല. ഞങ്ങൾ തമ്മിൽ ഒരിക്കൽ പോലും വഴക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടായാൽ പോലും അത് പെട്ടെന്ന് സോൾവ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഞാൻ എങ്ങനെ അടി ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാലും അതിനെ സോൾവ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എന്താണെന്നറിയില്ല, എന്നോട് അത്രയും സ്നേഹത്തിൽ സംസാരിക്കുന്ന, എന്നോട് ഒരിക്കൽ പോലും മോശമായിട്ട് പെരുമാറാത്ത, ഒരിക്കൽ പോലും മോശമായിട്ട് സംസാരിക്കാത്ത ഒരാൾക്ക് പെട്ടെന്നൊരു ദിവസം ഒരു കുറച്ച് കാലമായിട്ടുള്ളൊരു മാറ്റമാണിത്. എന്നോട് സംസാരിക്കുന്നില്ല, എന്നോട് നേരെ മിണ്ടുന്നില്ല. പ്രവാസിയാണ് ഹസ്ബൻഡ്. ഫോണിലൂടെ ആണെങ്കിൽ ഞങ്ങൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട്, ഒരുപാട് സ്നേഹവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പങ്കുവെക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ആൾക്ക് എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയം തോന്നുന്നില്ല. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് ബെഡ്റൂമിൽ വരുന്നത്, അല്ലെങ്കിൽ പലപ്പോഴായിട്ട് എന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെയൊക്കെയാണ് തോന്നുന്നത്. ഞാൻ പോരാത്തത് കൊണ്ടാണോ, എൻ്റെ ശരീരം മൂപ്പരിനെ അട്രാക്റ്റ് ചെയ്യാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉള്ളത് കൊണ്ടാണോ, ഞാൻ ഇതിന് കാരണങ്ങൾ തപ്പി നടന്ന് മടുത്തിട്ടുണ്ട് ഡോക്ടറെ, ഇതിനെങ്ങനെയെങ്കിലും ഒരു പോംവഴി കാട്ടി തരണേ എന്ന് പറഞ്ഞിട്ടാണ് അവർ വരുന്നത്. അവരിരുന്ന് കരയാണ്, എന്ത് ചെയ്തിട്ടും മാറ്റമില്ല, എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ രീതിയിലും ഞാൻ മാറാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹസ്ബൻഡിനെ റൂമിലേക്ക് ക്ഷണിച്ച് ആളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വൈഫിനെ പുറത്തിരുത്തിയിട്ട്. അപ്പോൾ ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചു, എന്താണ് ശരിക്കും പ്രശ്നം, വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, വൈഫിന് വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടാണോ, നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചപ്പം അവർ കരയാൻ തുടങ്ങി. ഹസ്ബൻഡ് പറയുന്നത്, ഡോക്ടറെ എൻ്റെ മനസ്സിൽ എൻ്റെ വൈഫ് അല്ലാതെ വേറൊരു സ്ത്രീ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഞാൻ അവളെ പൊന്നുപോലെയാണ് നോക്കുന്നത്, എനിക്ക് അത്രയും അവളെ ഇഷ്ടമാണ്. അപ്പം ഈ പറഞ്ഞതും ഇവർ പറയുന്നതും തമ്മിൽ കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എത്രയായിട്ടും. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, നിങ്ങളെ വൈഫിനെ നിങ്ങൾ എന്തിനാണ് അവോയ്ഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് കൂട്ടിപ്പിടിച്ചുകൂടെ, എന്തിനാ പിന്നെ സ്നേഹമുള്ളത് ഉള്ളിൽ ഒതുക്കി എന്തിനാ ഇങ്ങനെ ദേഷ്യം പ്രകടിപ്പിക്കുന്നതെന്ന് വെച്ചപ്പം, ഞാൻ സ്നേഹം പ്രകടിപ്പിച്ച് കഴിഞ്ഞാൽ ഡോക്ടർക്ക് അറിയോ, കുറച്ച് കാലമായിട്ട് എനിക്ക് ഉദ്ധാരണം എന്ന് പറയുന്ന സാധനം കിട്ടുന്നില്ല. ഞാൻ എന്തൊക്കെ ശ്രമിച്ചിട്ടും എൻ്റെതായ രീതിയിൽ ഭക്ഷണത്തിൽ മാറ്റം വരുത്തി, പലരും പല എക്സസൈസുകൾ പറഞ്ഞു, അത് ചെയ്തു നോക്കി, ഓൺലൈനിൽ കിട്ടുന്ന കുറേ മരുന്നുകൾ എടുത്ത് കഴിച്ചു, ഒരു രീതിയിൽ പോലും എനിക്ക് മാറ്റം കിട്ടുന്നില്ല. ഉദ്ധാരണം എന്ന് പറയുന്ന സാധനം പോലും എനിക്കില്ല. ഞാൻ സ്നേഹത്തോടെ പ്രകടിപ്പിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്നേഹിച്ച് കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവൾക്ക് എന്നോട് തോന്നുന്ന ആ ഒരു താല്പര്യം ഉണ്ടല്ലോ, ശാരീരികമായിട്ടൊരു താല്പര്യം എന്തായാലും സ്ത്രീക്ക് തോന്നില്ലേ, കാരണം ഞങ്ങൾ കുറേ കാലമായിട്ട് അകന്ന് നിൽക്കുകയാണ്, കൂടെ വരുമ്പോഴെങ്കിലും ഇത് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ അവൾ. പക്ഷെ ആ സമയത്ത് എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് അവൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾക്കുണ്ടാകാൻ പോകുന്ന നിരാശ, അവൾക്കുണ്ടാവാൻ പോകുന്ന സങ്കടം, അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾ കരയാണ്. ആൾക്ക് പിന്നീടൊന്നും പറയാൻ കഴിയുന്നില്ല. ഇവർ വിചാരിച്ച് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു പ്രശ്നം, ഉദ്ധാരണക്കുറവ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉദ്ധാരണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അത് ശരിയാക്കാൻ പറ്റില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണയായിരുന്നു. പക്ഷേ പിന്നീട് നമ്മളത് റിപ്പീറ്റഡ് ആയിട്ട് സെഷൻസ് നടത്തി, കൗൺസിലിംഗ് നടത്തി, അതിൻ്റെ കൂടെ മെഡിസിൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പം ഒരു 3-4 മാസത്തിൽ തന്നെ ആൾ പിന്നീട് പ്രവാസ ജീവിതം നിർത്തി. കാരണം ഇത്തരം പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകുന്ന അവർ തമ്മിലുണ്ടാകുന്ന സംഘർഷം ഇനി നീണ്ടു നിന്ന് കഴിഞ്ഞാൽ അവർ വീണ്ടും അകന്നു പോയാലോ എന്നുള്ളൊരു പേടി ആളുടെ ഉള്ളിലേക്ക് ഞാൻ ഇൻജെക്ട് ചെയ്തു. കാരണം അല്ലാത്ത പക്ഷം, കാരണം ഈ ഒരു ഇവരുടെ സ്നേഹത്തിൻ്റെ പുറത്ത് ഇവർ കാണിക്കുന്ന ആ ഒരു ദേഷ്യം ഭാര്യയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു അവഗണനയും കാര്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏതൊരു സ്ത്രീക്കും തോന്നുന്ന ഒരു അകൽച്ച അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം പിന്നീട് അവരെ നിർത്തി, അവരെ നാട്ടിൽ വന്ന് നമ്മളെടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഒരു 4-4.5 മാസത്തിൽ തന്നെ ആൾക്ക് നല്ല മാറ്റങ്ങളും ആൾ പഴയ രീതിയിലേക്ക് തന്നെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പറയാനുള്ളത്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ട് പറയാനുള്ളത്, എന്താണ് ഈ ഉദ്ധാരണക്കുറവ്, എന്തുകൊണ്ടൊക്കെയാണ് ഇത് വരുന്നത്, എന്തൊക്കെയാണ് നമ്മളായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇത് നമ്മുടെ ശരീരം പല രീതിയിലുള്ള സിംറ്റംസ് തരുന്നുണ്ട്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു മരുന്നുമില്ലാതെ പഴയ രീതിയിലേക്ക് തിരിച്ചു പോകാൻ കഴിയും. ഇനി ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ മെഡിസിൻ എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സരോവിയ, പെരിന്തൽമണ്ണ. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പറയാനുള്ളത്, ഉദ്ധാരണക്കുറവ് എന്താണെന്നുള്ളത് മിക്ക ആളുകൾക്കും അറിയാം. അതായത് നിങ്ങൾക്ക്
ആഗ്രഹിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഉദ്ധരിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ബന്ധപ്പെടുന്ന ടൈമിൽ ഇടയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഉദ്ധാരണം നഷ്ടപ്പെടുകയാണ്. പലപ്പോഴും പല ആളുകൾ പറയാറുണ്ട്, ഉദ്ധാരണം ഉണ്ട് ഡോക്ടറെ, പക്ഷേ ആവശ്യത്തിനുള്ള സ്ട്രെങ്ത് ഇല്ല. ചിലപ്പോൾ ഞങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ചില ആളുകൾക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് ബലം പോരാത്തതുകൊണ്ട് ഇവർക്ക് പുരുഷന് അതിൽ ശാരീരിക സുഖം കിട്ടുന്നുണ്ടെങ്കിൽ പോലും സ്ത്രീക്ക് അത് എൻ്റർ ചെയ്തത് പോലും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളൊരവസ്ഥ. അതേപോലെ തന്നെ ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് ഉദ്ധാരണം ഉണ്ട്, ഞാൻ വൈഫിൻ്റെ അടുത്ത് എത്തുമ്പോൾ എനിക്ക് ഉദ്ധാരണം നഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഫോർപ്ലേൻ്റെ സമയത്ത് ഉദ്ധാരണം നഷ്ടപ്പെടുന്നുണ്ട്, എൻ്റർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ നാണം കെട്ട് പോകാറുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത്തരം സിംറ്റംസ് ഒക്കെയാണ് സാധാരണഗതിയിൽ ഒരു ED ഇറക്ടൈൽ ഡിസ്ഫങ്ഷനിൽ കാര്യമായിട്ട് കണ്ടുവരാറുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം വരുന്നതെന്നുണ്ടെങ്കിൽ അതിൽ പ്രധാന വില്ലൻ, അതിൽ മെയിൻ റോൾ കളിക്കുന്നത് നിങ്ങളെ മനസ്സാണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന സ്ട്രെസ്സാണ്. ചിലപ്പോൾ നിങ്ങളായിരിക്കില്ല, നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങൾക്ക് തരുന്ന സ്ട്രെസ്സാണ്. സ്വാഭാവികമായിട്ടും ഒന്ന് ഫാമിലി സ്ട്രെസ്സ്, ചിലപ്പോൾ നിങ്ങളെ ഫാമിലി ആയിട്ട്, അതായത് നിങ്ങളെ പേരൻസ് ആയിട്ടോ നിങ്ങളെ സിബ്ലിങ്സ് ഒക്കെ ആയിട്ട് ഉണ്ടാകുന്ന സ്ട്രെസ്സ് നിങ്ങളെ ബെഡ്റൂമിൽ അത് ബാധിക്കാറുണ്ട്. ചിലപ്പോൾ വൈഫുമായിട്ട് എപ്പോഴും അടിയാണ്, എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരുമായിട്ട് ഞാൻ എപ്പോഴും വഴക്കിട്ടുകൊണ്ടാണ്, എനിക്ക് വീട്ടിൽ വരുന്നേ ഇഷ്ടമല്ല, എനിക്ക് എപ്പോഴും ഞാൻ പുറത്ത് പോകാനാണ് ശ്രമിക്കാറുള്ളത് എന്ന് പറയുന്ന ആളുകളുണ്ട്. അവർക്ക് സ്വാഭാവികമായിട്ടും മാനസികമായിട്ട് ഇവരോട് എന്തെങ്കിലും വെറുപ്പുകൾ വരാനുള്ള ചാൻസസും അതുകൊണ്ട് തന്നെ ഈ ഒരു ഉദ്ധാരണം നഷ്ടപ്പെടാനുള്ള ചാൻസസും ഉണ്ട്. അതേപോലെ തന്നെ മറ്റൊന്നാണ് വർക്ക് പ്രഷർ എന്ന് പറയുന്നത്. ഇപ്പം വർക്ക് ഫ്രം ഹോം നല്ല രീതിയിൽ പ്രൊമോട്ടഡ് ആയതുകൊണ്ട് തന്നെ പല രീതിയിലും അതൊരു വലിയ ഘടകമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതായത് ആ ഒരു വീട്ടിൽ എപ്പോഴും പ്രഷറിൽ നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലുള്ള വർക്ക് സ്ട്രെസ്സ് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവിടെയും ഇതിൻ്റെ കുറിച്ച് ആലോചിച്ചിട്ടും പറഞ്ഞിട്ടും, അല്ലെങ്കിൽ ബെഡ്റൂമിൽ പോലും അയ്യോ ഇനിയിപ്പോൾ നാളെ ഞാൻ എന്താ ചെയ്യുക, ഇനി എങ്ങനെയാണ് ഞാൻ ഇതിനെ ഫേസ് ചെയ്യാൻ പോകുന്നത്, എന്താ പ്രശ്നം, എന്താ ആക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ ദിവസങ്ങളോളം നിങ്ങൾ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ശരീരത്തിൽ ഉദ്ധാരണക്കുറവ് ഉണ്ടാകാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഉദ്ധാരണക്കുറവ് ഉണ്ടാകുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം, ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം കറക്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ രക്തയോട്ടം കറക്റ്റ് അല്ലാണ്ടിരിക്കാനുള്ള വലിയൊരു ഘടകമാണ് അവിടെ പല രീതിയിലുള്ള ബ്ലോക്കുകൾ വരിക എന്നുള്ളത്. അതായത് നിങ്ങളുടെ രക്തധമനികളിൽ ഒരുപാട് രീതിയിലുള്ള ബ്ലോക്കുകൾ വരിക എന്നുള്ളത്. അപ്പം പലപ്പോഴായിട്ട് മാനസിക ഫാക്ടർ എന്ന് പറയുന്നത് വളരെ പ്രോമിനൻ്റ് ആയിട്ട് നമ്മൾ കാണാറുണ്ട്. അതേപോലെ മറ്റു കാരണങ്ങളെന്ന് പറയുന്നത്, ഇപ്പോൾ ഷുഗർ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള ബ്ലോക്കുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങളുടെ കൺട്രോൾഡ് അല്ല, അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് ഷുഗറിന് മരുന്ന് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ക്ഷീണം വരാനും ഈ രക്തധമനികളിൽ പല രീതിയിലുള്ള ചെറിയ ചെറിയ ബ്ലോക്കുകൾ വരാനും അത് കാരണം അങ്ങോട്ടേക്കുള്ള രക്തയോട്ടം കറക്റ്റ് എത്താത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഉദ്ധാരണക്കുറവ് ഉണ്ടാകാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പ്രഷർ ഉള്ള ഒരാളാണ്, കൊളസ്ട്രോൾ ഉള്ള ഒരാളാണ്, യൂറിക് ആസിഡ് ഉള്ള ഒരാളാണ്, അതെറോസ്ക്ലീറോസിസ് എന്ന് പറയുന്ന, അതായത് നിങ്ങൾക്ക് ബ്ലോക്കുകളുള്ള ആളുകൾക്കും ഇത്തരം രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ പറയാനുള്ളതാണ്, നിങ്ങൾ എന്തെങ്കിലും മരുന്നുകൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. പ്രത്യേകിച്ച് സൈക്യാട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള മരുന്നുകൾ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അത് മരുന്ന് കാരണമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ഇത് കാരണം എനിക്ക് ഈ പ്രശ്നം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ മറ്റ് കാരണങ്ങളെന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ നന്നായിട്ട് സ്മോക്ക് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ആൽക്കഹോൾ കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ 1 or 2 ഉള്ളൂ, ഇടയ്ക്കേ ഉള്ളൂ, ദിവസം ഒരു പെഗ്ഗേ ഉള്ളൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഇങ്ങനെയായാലും ഇതിലുള്ള ചില കണ്ടൻസ് നിങ്ങളുടെ ശരീരത്തിൽ പല രീതിയിലുള്ള ഇഞ്ചുറീസ് ഉണ്ടാക്കാൻ, ഇപ്പോൾ നിക്കോട്ടിൻ സ്മോക്ക് ചെയ്യുന്ന സമയത്ത് നിക്കോട്ടിനാണ് നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറുന്നത്. അത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ശരീരത്തിലുള്ള രക്തധമനികളിൽ പല രീതിയിലുള്ള ഇഞ്ചുറീസ് ഉണ്ടാക്കി അവിടെ ബ്ലോക്ക് വരുത്താനുള്ള, അല്ലെങ്കിൽ അവിടെ പല രീതിയിൽ ഇപ്പോൾ ഒരു പൈപ്പിൻ്റെ അകത്ത് ചളി കുടുങ്ങുന്ന രീതിയിലാണ്. ഫുള്ളായിട്ട് കുടുങ്ങി കഴിഞ്ഞാൽ തീരെ ഉദ്ധാരണം ഉണ്ടാവില്ല, അവിടെ ഇവിടെയും കുടുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ അങ്ങോട്ടേക്ക് രക്തം ഓടുള്ളൂ എന്നല്ലേ, അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു രക്തധമനികളിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ്. അതേപോലെ തന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് അമിതവണ്ണമാണ്. ഇതും ഈ പറഞ്ഞ പോലെ ഫാറ്റ് ഡെപ്പോസിറ്റ്സ് വളരെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ കറക്റ്റ് സർക്കുലേഷൻ നടക്കാനുള്ള സാധ്യതകൾ കുറവാണ്. അതേപോലെ മറ്റൊരു കാരണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പണ്ട് എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഇഞ്ചുറി ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ക്ഷതം എന്തെങ്കിലും, ചിലപ്പോൾ നിങ്ങൾ മാസ്റ്റർബേറ്റ് ചെയ്ത സമയത്താവാം, നിങ്ങൾ സെക്സ് ചെയ്ത സമയത്താവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കളിക്കുന്ന ടൈമിൽ ആ ഒരു ഭാഗത്തേക്ക് പന്ത് കൊണ്ടതോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഭയങ്കരമായിട്ട് അവിടെ ഹിറ്റ് ചെയ്തിട്ട് അവിടെ എന്തെങ്കിലും രീതിയിൽ വേദനകൾ വന്ന് അത് പിന്നീട് ഒരു കല്ലപ്പായിട്ടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോയി ആ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം കറക്റ്റായിട്ടില്ല എന്നാണെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്.
ഇതൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാറ്റാവുന്നതാണ് കേട്ടോ. അതും കൂടെ പ്രത്യേകം ഞാൻ പറയണം. കാരണം ചില ആളുകളുണ്ട്, അയ്യോ ഇത് ഞാൻ എന്താ ചെയ്യേണ്ട, ജീവിതം പോയി, ഇത് കാരണം കല്യാണം പോലും കഴിക്കാൻ പേടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പിന്നെ ഇതിൽ പറയാനുള്ളത് വൈറ്റമിൻ ഡിയുടെ കുറവാണ്. ഇത് വലിയൊരു ഫാക്ടറാണ്. പോസ്റ്റ് കൊറോണ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 50% 50% ആളുകൾക്കും വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട്. കാരണം നമ്മളെപ്പോഴും അകത്താണ്, വീടിൻ്റെ അകത്താണ്, പുറത്ത് വെയിൽ കൊള്ളലെന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതേപോലെ ചില ആളുകൾ പുറത്ത് വെയിൽ കൊണ്ടാലും വൈറ്റമിൻ ഡി കുറയാറുണ്ട്. അപ്പോൾ അത് കാരണം നോക്കി അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിലിനി പ്രധാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ഈ ഉദാഹരണക്കുറവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ എന്നുള്ളതാണ്. അതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ജങ്ക് ഫുഡ്സ്, അതേപോലെ നല്ല എണ്ണയിൽ മുരിച്ച് കഴിക്കുന്ന ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ വല്ലാണ്ട് എണ്ണ ഡ്രിപ്പ് ചെയ്തിരിക്കുന്ന ഭക്ഷണങ്ങൾ, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സ്, ഇതെല്ലാം കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് കൂടുകയാണ്. അതായത് അതിൻ്റെ വേസ്റ്റ് പ്രോഡക്റ്റാണ് ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. ഈ ഫ്രീ റാഡിക്കൽസിന് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇവിടെ പോയിട്ട് ഓരോ എന്താ പറയുക നീർക്കെട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഈ നീർക്കെട്ടുകൾ പോയി ഉണ്ടാക്കി അത് സ്വാഭാവികമായിട്ട് രക്തധമനിക്കകത്താണെന്നുണ്ടെങ്കിൽ അത്തരം നീർക്കെട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് അതൊരു ബ്ലോക്കായിട്ട് മാറാനും ആ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം കുറയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ പറയാനുള്ളതാണ് നല്ല സോൾട്ടഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് ഉപ്പിലിട്ട ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക എന്നുള്ളത്. ഇനി എന്തൊക്കെയാണ് അപ്പോൾ കഴിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ളത് നല്ല രീതിയിൽ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതായത് നിങ്ങൾ ഫ്രൂട്ട്സ് ആണെങ്കിൽ ഗ്രേപ്പ് ഫ്രൂട്ട്സ് കഴിക്കാം, ഓറഞ്ച് കഴിക്കാം, മുസമ്പി കഴിക്കാം, നെല്ലിക്ക കഴിക്കാം. ഇതൊക്കെ വൈറ്റമിൻ സി റിച്ച് ആയിട്ട് നിൽക്കുന്നതാണ്. അതേപോലെ ബെറീസ് കഴിക്കാം, സ്ട്രോബെറി, ബ്ലൂബെറി, മൾബെറി ഒക്കെ വളരെ റിച്ചാണ്. അതേപോലെ തന്നെ പറയാനുള്ളതാണ് ഒരു മെജോറിറ്റി ഒരു ആഴ്ചയിൽ ഒരു 2-3 തവണയെങ്കിലും നിങ്ങൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതായത് നല്ല പച്ച ഇലക്കറികൾ കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ നേരത്തെ പറഞ്ഞ ഫ്രീ റാഡിക്കൽസ് ഉണ്ടല്ലോ, അത്തരം പ്രശ്നങ്ങളെ ഇല്ലാണ്ടാക്കാനും നിങ്ങളുടെ ശരീരത്തിനെ ഒന്നും കൂടെ ഉന്മേഷപരമായിട്ട് ഉണ്ടാക്കി കൊണ്ടുവരാനും ഇത് വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് സീഡ്സ്, നമ്മളെ പംകിൻ സീഡ്, മത്തൻ്റെ കുരും ബത്തക്കൻ്റെ കുരു അല്ലെങ്കിൽ നമ്മളെ തണ്ണീർമത്തൻ്റെ കുരുവൊക്കെ നമ്മൾ വെറുതെ തുപ്പിക്കളയുന്നതാണ്. ഇതിലൊക്കെ omega-3 ഫാറ്റി ആസിഡ്സ് വളരെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഈ ഭാഗത്തേക്കുള്ള രക്തയോട്ടം കൂട്ടാനും ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത് എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള നീർക്കെട്ടുകൾ ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യാനും വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ പറയാനുള്ളതാണ് വൈറ്റമിൻ B9 കഴിക്കുന്നത് വളരെ നല്ല, ഫോളേറ്റ് കഴിക്കുന്നത് നല്ലതാണ്. അത് കൂടുതലായിട്ട് റിച്ച് ആയിട്ട് കാണുന്നത് നമ്മളുടെ ചിക്കൻ്റെ ബ്രസ്റ്റ്, അതേപോലെ ബീഫിൻ്റെ കരളിൽ, ഇതൊക്കെ വളരെ റിച്ചാണ്. അതേപോലെ തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ B3 ആണ്. B3 കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാൽവുകൾക്കാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു രക്തധമനികൾക്കാണെങ്കിലും ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള രോഗങ്ങൾ വരുന്നതിൽ കുറയ്ക്കാനും, അതേപോലെ തന്നെ നിങ്ങളുടെ ഉടനീളം ശരീരത്തിലുള്ള എല്ലാ സ്മോൾ ആയിട്ടുള്ള രക്തധമനികളിൽ പോലും ബ്ലോക്കുകൾ വരാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിനാണ്. അപ്പോൾ വൈറ്റമിൻ B3 റിച്ച് ആയിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മളുടെ ഹോൾ ഗ്രെയിൻസ്, അതേപോലെ മത്തൻ്റെ കുരു, ചണവിത്ത്, അതേപോലെ പറയാനാണെങ്കിൽ വീറ്റ്, അതേപോലെ റെഡ് മീറ്റ് ഒക്കെ വൈറ്റമിൻ B3 വളരെ റിച്ചാണ്. ഇനി ചില ആളുകൾ പറയാറുണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ടാവും, ടെസ്റ്റോസ്ട്രോൺ വേഗം പോയി ചെക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് ഉദാഹരണക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പോയി ടെസ്റ്റോസ്ട്രോൺ ചെക്ക് ചെയ്യും, അത് കുറഞ്ഞിട്ടാണോ ഈ പ്രശ്നം എന്നുള്ളത്. പക്ഷേ ഇത് ഇങ്ങനെ ചെയ്തിട്ട് അവർ ടെസ്റ്റോസ്ട്രോൺ സപ്ലിമെൻറ്റ്സ് എടുക്കാറുണ്ട്, അല്ലെങ്കിൽ ടെസ്റ്റോസ്ട്രോൺ തന്നെ ഡയറക്റ്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരമൊക്കെ തന്നെയാണ്, എങ്കിൽ പോലും ചിലർ അതില്ലാണ്ട് ചെയ്യാറുണ്ട്. പക്ഷേ അത്തരം രീതിയിൽ ചെയ്ത് നിങ്ങളുടെ ശരീരത്തിൽ ഹൈ ടെസ്റ്റോസ്ട്രോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ, ആവശ്യത്തിൽ കമ്മിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്കൊരു പ്രശ്നമാണ്. കാരണം അത് കാരണവും ഈ പറയുന്ന ഉദാഹരണക്കുറവാണെങ്കിലും ലോ ലിബിഡോ ആണെങ്കിലും ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ടെസ്റ്റോസ്ട്രോണിന് വേണ്ടിയിട്ട് സപ്ലിമെൻ്റ് എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ് അല്ലാത്ത രീതിയിൽ ഡോക്ടറെ കാണിക്കാണ്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതെന്തായാലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ പറയാനുള്ളത് മാസ്റ്റുർബേഷൻ സ്ഥിരമായിട്ട് ഓവറായിട്ട് നിങ്ങൾ ചെയ്യാറുണ്ട് എന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും നിങ്ങളൊരു ഉദാഹരണക്കുറവിലേക്ക് എത്തിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ ഇതിൽ കാര്യമായിട്ട് പറയാനുള്ളത്, നമ്മളിത് ഒരിക്കലും മാറില്ല എന്ന് വിചാരിക്കുന്ന ഒരു രോഗമാണ്. അതായത് പല ആളുകളും ഇത് എങ്ങനെ നോക്കിയിട്ട് മാറുന്നില്ല എന്ന് പരാതി പറയുന്നതാണ്. പക്ഷേ ഇതിന് കറക്റ്റായിട്ട് ഇതിനൊരു കാരണം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചില കേസുകളിൽ നിങ്ങളുടെ ശരീരം തന്നെ നിങ്ങൾക്കൊരു ഉദാഹരണം തരുന്നതാണ്, അതായത് ഒരു വാർണിംഗ് തരുന്നതാണ്, മോർണിംഗ് ഇറക്ഷൻ ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്,
നോക്കിക്കോ. നിങ്ങൾ ഫുഡ് ഹാബിറ്റ്സ് ആണെങ്കിലും നിങ്ങളുടെ എക്സസൈസ് ആണെങ്കിലും നിങ്ങളുടെ വെയിൽ കൊള്ളലാണെങ്കിലും നിങ്ങൾ ഉറക്കമാണെങ്കിലും ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നാളെ ഉദാഹരണക്കുറവ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് നിങ്ങളുടെ ബോഡി തന്നെ എത്രയോ മുന്നേ നിങ്ങൾക്ക് വാർണിങ്സ് തരുന്നുണ്ട്. പക്ഷെ അത് ശ്രദ്ധിക്കാതെ നിങ്ങൾ പിന്നീട് മോർണിംഗ് ഇറക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ രാവിലെ ബന്ധപ്പെടണം എന്നില്ല. രാവിലെ എണീറ്റ ഉടനെ മൂത്രം ഒഴിക്കുന്നവരെ ഉണ്ടാകുന്ന ആ ഒരു മോർണിംഗ് ഹുഡ് എന്ന് പറയും ചിലർ, ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഉദാഹരണത്തിനെയാണ്. അത് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് എല്ലാ ആളുകൾക്കും ഉണ്ടാവാറുണ്ട്, എല്ലാ പുരുഷന്മാരിലും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതില്ല എന്നാണെന്നുണ്ടെങ്കിൽ എവിടെയോ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് നിങ്ങൾ നേരത്തെ മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങളുടെ റൂട്ടീനിൽ തന്നെ നിങ്ങളൊരു ചേഞ്ച് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻ്റർവെൻഷനോ ഒരു മരുന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് തിരിച്ച് നിങ്ങൾ ഉദാഹരണത്തിന് ബാക്ക് ടു നോർമൽ കൊണ്ടുവരാവുന്നതാണ്. അപ്പം നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തിട്ട് മാറ്റമില്ല എന്നാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.